ബംഗാളിൽ ഒന്നിനു പുറകെ ഒന്നായി മമതയ്ക്ക് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ സ്ഥാനാർത്ഥി മറ്റാരുമല്ല, രേഖാ പത്രയാണ്. ഒരു പരിചയപ്പെടുത്തൽ വേണമെന്ന് തോന്നുന്നില്ല. സന്ദേശ് ഖാലിയിലെ സ്ത്രീകൾക്ക് നീതി വേണമെന്നാവശ്യപ്പെട്ട് സമരഭൂമിയിൽ സ്വന്തം പെൺകുഞ്ഞിനെയും തോളിലിരുത്തി സമരത്തിന് നേതൃത്വം നൽകിയ അതേ രേഖാപത്രയാണ് ബിജെപിയുടെ സ്ഥാനാർത്ഥി. പശ്ചിമ ബംഗാളിലെ ബസിർഹട്ട് മണ്ഡലത്തിൽ നിന്നുമാണ് രേഖ ബിജെപിക്ക് വേണ്ടി പോരാടാൻ ഒരുങ്ങുന്നത്. അധികാരവും കയ്യൂക്കും കൊണ്ട് തൃണമൂൽ ഗുണ്ടകൾ അടക്കി വാണിരുന്ന സന്ദേശ് ഖാലിയിൽ നിന്ന് ലോക്സഭയിലേക്ക് വിജയിച്ചു കയറാൻ ഒരുങ്ങുകയാണ് രേഖാപത്ര. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ സ്ത്രീകൾ നിരന്തരം ആക്രമിക്കപ്പെട്ടിരുന്ന സന്ദേശ് ഖാലിയിൽ തൃണമൂൽ ഗുണ്ടകളുടെ വാൾമുനയിൽ അവരുടെ നെടുവീർപ്പുകൾ പുറം ലോകത്തേക്ക് എത്തിയിരുന്നില്ല. ഒടുവിൽ അവരുടെ മോചനത്തിന് സ്വയം തുനിഞ്ഞിറങ്ങിയ ഝാൻസി റാണിയായിരുന്നു രേഖാപത്ര. തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷെയ്ഖ് ഷാജഹാന്റെ കൊടിയ പീഡനങ്ങൾക്ക് ഇരയായ സന്ദേശ് ഖാലിയിലെ നിരവധി സ്ത്രീകളിൽ ഒരാളാണ് രേഖ. ബിജെപിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രേഖാപത്രയെ ഫോണിൽ വിളിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ചു. ശക്തി സ്വരൂപ എന്നാണ് പ്രധാനമന്ത്രി രേഖാപത്രയെ വിശേഷിപ്പിച്ചത്. രേഖയെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ നാരി ശക്തിയാണ് രാജ്യത്തിന്റെ കരുത്തെന്ന നിലപാടിലെ ആത്മാർത്ഥത കൂടിയാണ് ബിജെപിയും എൻഡിഎയും അടിവരയിട്ട് കാണിക്കുന്നത്. സന്ദേശ് ഖാലിയിലെ സ്ത്രീകളെ സംബന്ധിച്ച് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദൈവത്തെ പോലെയാണെന്ന് രേഖ പറയുന്നു. ഭഗവാൻ ശ്രീരാമൻ നേരിട്ട് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചതുപോലെയാണ് തോന്നുന്നത്. തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷെയ്ഖ് ഷാജഹാന്റെ ക്രൂരതയും അടിച്ചമർത്തലുകളെയും തുടർന്ന് 2011 മുതൽ തങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എന്നും രേഖ പ്രധാനമന്ത്രിയോട് പറഞ്ഞു. തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി നേരിട്ട് സംസാരിക്കാമെന്നും എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാമെന്നും പ്രധാനമന്ത്രി രേഖയ്ക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ബംഗാളിലെ ബിജെപിയിൽ നിന്നും എല്ലാവിധ സഹായങ്ങളും രേഖാപത്രയ്ക്ക് ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. 42 ലോക്സഭാ സീറ്റുള്ള പശ്ചിമ ബംഗാളിൽ ഏപ്രിൽ 19 മുതൽ 1 വരെ 7 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് നടക്കുക. 111 പാർലമെന്റ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച 5ാം ഘട്ട പട്ടികയിലാണ് രേഖാപത്രയും ഇടം പിടിച്ചത്. സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ളവരെ കൈപിടിച്ചുയർത്താനുള്ള ബിജെപിയുടെയും എൻഡിഎയുടെയും പ്രതിബദ്ധത കൂടിയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. എന്തായാലും ഈ തിരഞ്ഞെടുപ്പിൽ തൃണമൂലും മമതയും നന്നായി വിയർക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.